പരിചയം അതിമഹത്തായ പ്രതിഫലവുമാ. അപ്പൊ ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമെന്ന് ദൈവം പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ലോകത്ത് ആർക്ക് നമ്മെ തകർക്കാൻ കഴിയും? ദൈവം കൂടെയുള്ളവൻ ആർക്കാ തകർക്കാൻ കഴിയുന്നത്? ദൈവം കരുതുന്നവൻ ആർക്കാ തകർക്കാൻ കഴിയുന്നത്? ദൈവം കൂടെയുള്ളവൻ ശക്തനാണ്. അവന്റെ പ്രതിഫലം ഈ ലോകത്തേക്കാൾ വലുതാണ്. ദൈവം കൂടെയുള്ളവനെ ആർക്കും തകർക്കാൻ കഴിയുകയില്ല എന്ന് വ്യക്തമായി തിരിച്ചറിയുമ്പോഴും അത് നല്ലതുപോലെ മനസ്സിലാക്കി സ്വന്തക്കാരെ വിട്ടോ ദേശം വിട്ട് ഇറങ്ങി തിരിച്ചവനാണ് അബ്രഹാം. ആ അബ്രഹാമാണ് കർത്താവിനോട് പറയുന്നത്, ഹലോ ഇതൊക്കെ പറഞ്ഞ ശരിയാ, നീ എന്റെ അതിമഹത്തായ പ്രതിഫലവും പരിചയം എന്നൊക്കെ പറയുന്നത് എങ്ങനെയാ? ഇന്ന് വരെ ഞാൻ ഇറങ്ങിത്തിരിച്ചിട്ടോ എന്റെ ജീവിതത്തിൽ ആരാ? ഈ എലയാസറാണ് എന്റെ അവകാശി. എന്റെ എലയാസർ അവകാശിയായിരിക്കുമ്പോൾ നീ എങ്ങനെയാ പറയുന്നത് നീ എന്റെ അതിമഹത്തായ പരിചയം പ്രതിഫലവും എന്ന്? ചിരിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിലും ആ ഒളിയമ്പിന് എത്രയോ വലിയ കാര്യമുണ്ടോ, എത്രയോ വലിയ ശക്തിയുണ്ടോ നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാമല്ലോ, ചിലർ ചിരിച്ചുകൊണ്ടാണ് നാക്കുകൾ തിരിക്കുന്നതെങ്കിലും അത് കഴുത്തിനെ തട്ടിക്കളയുന്നത് പോലെയുള്ള പ്രഹരമാണെന്ന് പറയുന്നത് പോലെ അബ്രഹാം ചിരിച്ചുകൊണ്ട് ദൈവത്തോട് സംസാരിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ ദൈവം അബ്രഹാമിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാമേ, ഇന്ന് ഉദരത്തിൽ നിന്ന് ജനിക്കുന്നവൻ തന്നെ നിന്റെ സന്തതിയായിരിക്കും. എലയാസർ ഒരിക്കലും നിന്റെ സന്തതിയാവുകയില്ല. പ്രിയമുള്ളവരെ, ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അതിനെന്നുള്ള മാറ്റമില്ല. വിളിച്ച നാൾ മുതൽ അബ്രഹാമിനോട് പറയുന്ന ഒരു കാര്യമുണ്ടോ? നിന്നിൽ നിന്ന് രാജാക്കന്മാർ, നിന്നിൽ നിന്ന് പ്രഭുക്കന്മാർ, നിന്റെ തലമുറകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ ഒരു തലമുറ ഉണ്ടായിട്ടില്ലല്ലോ ദൈവമേ, പിന്നെ എന്താണ് നിന്റെ ഈ പറച്ചിലെന്നുള്ള ഒരു ചോദ്യമല്ലേ അബ്രഹാം ചോദിച്ചത്? ചിലർക്കൊക്കെ ഇപ്പോഴങ്ങനെ ഒരു ചിന്തയുണ്ടാകാം. ദൈവം ഒരുപാട് നാളായിട്ട് പറയുന്നല്ലോ, എന്റെ കുടുംബത്തിൽ അത് സംഭവിക്കും, എന്റെ തലമുറകൾക്ക് ഇത് സംഭവിക്കും, ദൈവം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറയുന്നല്ലോ. എന്നാൽ ഒന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. അപ്പാ, ഇപ്പോഴും എന്റെ അവസ്ഥ സ്തോത്രം ഇട്ടതുപോലെ തന്നെ, ഒന്നും മാറ്റമില്ലല്ലോ എന്നൊരു ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ ഒന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, വാക്ക് തന്നവനും വാക്ക് മാറാത്തവനുമായ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ അവന്റെ മുമ്പിൽ വിശ്വസ്തനായിരുന്നാലും ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ